ഡോക്ടർ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അൾസർ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തെല്ലാമാണ് ഓരോന്നിൻ്റെയും ലക്ഷണങ്ങൾ? ഈ വ്രണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വായിൽ കോമൺ ആയിട്ട് കാണുന്നത് ആഫ്തസ് അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണ് എന്ന് നമ്മൾ സാധാരണക്കാർ പറയുന്ന അസുഖമാണ് ഏറ്റവും കൂടുതലായി വായിൽ കാണുന്ന വ്രണം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അറിയാതെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു കടി കൊണ്ടിട്ട് നമുക്ക് വായിൽ വ്രണങ്ങളുണ്ടാകാം. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ വ്രണങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു 5 തൊട്ട് 7 ദിവസം വരെ കൊണ്ട് യൂഷ്വലി നമ്മൾ മരുന്നൊന്നും കഴിച്ചില്ലെങ്കിലും അങ്ങ് മാറും. ഈ വായ്പുണ്ണിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഹാരം കഴിക്കാൻ അതിഭീകര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കരമായ വേദന തോന്നും. എസ്പെഷ്യലി കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആ വേദന കുറയാനുള്ള അനസ്തെറ്റിക് ക്രീമുകൾ നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, പ്രായവേദ്യം എന്നെ ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ് വായ്പുണ്ണ്. ഇത് തന്നെ പലതരത്തിലുണ്ട്. മിക്കവാറും ഉള്ളതൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് മാറും. ചില വായ്പുണ്ണികൾ 1 മാസം വരെ നിൽക്കുന്നതുണ്ട്. അതിന് ചികിത്സ വേണ്ടി വരും. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ആഹാരം കഴിക്കുന്നത് ബുദ്ധിമുട്ടാവും, അപ്പോൾ ആഹാരം എടുക്കുന്നത് ബുദ്ധിമുട്ടാവും, അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച കൊണ്ടും അത് മാറുന്നില്ല. സാധാരണ 5 ദിവസമാണ്. ഒരാഴ്ച കൊണ്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വൈദ്യസഹായം ആവശ്യമുണ്ട്. പിന്നെ ക്യാൻസറിൻ്റെ അൾസറുകളാണെങ്കിൽ നമുക്കത് ഒരു സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അതായത് അതിൻ്റെ ഈ മാർജിനുകളൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് തള്ളി ഒരു പ്രോളിഫറേറ്റ്, അതായത് നമ്മൾ കോളിഫ്ലവറൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും വായിക്കാത്തത് ഇരിക്കുന്ന കണ്ടാൽ. അൾസറും കാണും, അതിൻ്റെ കൂടെ ഒരു വളർച്ചയും കാണും. അല്ലാതെ വെറുതെ അൾസർ മാത്രമായിട്ടും ക്യാൻസർ വരാം. അതിപ്പം നമ്മളൊരു ഡോക്ടർ പരിശോധിച്ചാൽ മാത്രമേ അത് ക്യാൻസർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. രോഗിക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ക്യാൻസർ വായിലുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പം നമ്മുടെ ആൾക്കാർ വിചാരിക്കും വായിലൊരു വ്രണം വന്ന് 1 മാസമായിട്ട് മാറുന്നില്ല, എനിക്ക് ക്യാൻസർ ആണെന്ന്. അങ്ങനെ വരുന്ന ഒരുപാട് പേഷ്യൻസ് നമുക്കുണ്ട്. എസ്പെഷ്യലി പണ്ടെന്നോ ഞാനൊരു പുക വലിച്ചിട്ടുണ്ട്, പണ്ടെന്നോ ഞാനൊന്ന് മദ്യപിച്ചിട്ടുണ്ട്, എപ്പോഴോ ഒരു പാൻപരാഗ് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് പിന്നെ വരുന്ന ഏതൊരു വായിലെ ചെറിയ വ്രണവും എനിക്ക് ക്യാൻസർ ആണ്. അതുകൊണ്ട് നമ്മളിനി എത്ര പറഞ്ഞാലും പേഷ്യൻറ്റിന് അതൊരു പേടിയായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട. 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും പുകവലി ചെയ്തെന്നും പറഞ്ഞൊന്നും അങ്ങനെ ക്യാൻസർ വരില്ല. അപ്പം നമ്മളത് നോക്കണം. അപ്പോൾ ഒരു ഡോക്ടർ നോക്കി അത് ക്ലിനിക്കൽ പരിശോധനകളും ചിലപ്പോൾ ചില ടെസ്റ്റുകളും ആവശ്യമായി വരും. എങ്കിൽ മാത്രമേ അതൊരു ക്യാൻസർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കും. ഒരു പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് അത് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം നിർബന്ധമായും നിങ്ങൾക്ക് ലഭ്യമായിരിക്കണം.